നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ടാരോ പഠിക്കാൻ താല്പര്യമുള്ളവർ പ്ലീസ് കോൺടാക്ട് ചെയ്യുക. ആൻഡ് ഒരു നമ്പർ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്, അതിൽ തന്നെ കോൺടാക്ട് ചെയ്യുക പ്ലീസ്. ഓക്കെ, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിയാൽ കാണും, അല്ലെങ്കിൽ ഞാൻ പിൻഡ് കമൻറ്റിൽ ഇടാം. പക്ഷേ ഓരോ തവണയും എനിക്കത് ചിലപ്പോൾ പിൻ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. സോ പ്ലീസ് ഓക്കെ, അല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യാം, സ്ക്രീനിൽ തന്നെ കൊടുക്കാൻ ഇപ്പോൾ അത് രക്ഷയുള്ളൂ. കാരണം ഞാൻ ആ സ്ക്രീനിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ പിന്നീടും അതിൽ ഇങ്ങനെ മെസ്സേജ് വരും. സോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അത് കൊടുക്കാത്തത്. ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ടാരോ ക്ലാസ്. കാർഡ്സിനെ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ശരിക്കും നമുക്ക് പഠിച്ചാൽ ഇത് നിങ്ങളുടെ ലൈഫിന് തന്നെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ കവർ ചെയ്യും. എന്തൊക്കെയാണെന്ന് ഇവിടെ ചുരുക്കിപ്പോൾ ഞാൻ ഒരു ദിവസം അതിന് സെപ്പറേറ്റ് ആയിട്ട് ഒരു ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് ഇടാം. പിന്നെ ഫസ്റ്റ് ബാച്ചിൽ കഴിഞ്ഞ ആൾക്കാർക്കും അവരുടെയും ഒരു റിവ്യൂ ആയിട്ടോ ഞാൻ എന്തെങ്കിലും ആഡ് ചെയ്യാൻ ശ്രമിക്കാം. നിങ്ങൾ സീരിയസ് ആയിട്ട് ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് വളരെ ഗുണമുള്ളതായിരിക്കും. ഇത് നിങ്ങൾക്ക് സ്വയം അവനവന് വേണ്ടി ഉപയോഗിക്കാം. ഓക്കെ, നിങ്ങൾ കുറച്ചുകൂടി സ്പിരിച്വലി ഇപ്പോൾ സപ്പോസ് നിങ്ങൾക്കൊരു പാത്ത് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ മുന്നോട്ട് ഇത് മറ്റുള്ളവർക്ക് കൂടി ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്ന തരത്തിലും ആവാം. സോ ഇറ്റ്സ് അപ് ടു യു. നിങ്ങളുടെ കയ്യിലാണ് നിങ്ങൾ എത്രത്തോളം സീരിയസ് ആയി എടുക്കുന്നു, എത്രത്തോളം നിങ്ങൾ അതിലേക്ക് എഫർട്ട് പറയാൻ പറ്റില്ല കേട്ടോ. പക്ഷെ എല്ലാം യൂണിവേഴ്സിൻ്റെ ദൈവത്തിൻ്റെ ഒരു തന്നെയാണ്. ചിലവരെ എത്തിക്കും, ചിലവരെ ജസ്റ്റ് നിങ്ങളുടെ ഒരു അറിവിന് വേണ്ടിയിട്ടായിരിക്കാം. ഓക്കെ, അങ്ങനെയാവാം. എന്തായാലും നിങ്ങൾക്ക് പക്ഷെ ഞാൻ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിനെ കൊണ്ട് മുന്നോട്ട് നിങ്ങൾക്കൊരു ഏർണിംഗ് ഉണ്ടാക്കാൻ വരെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. കുറച്ചെങ്കിലും വലിയൊരു ഇതായിട്ടല്ലെങ്കിലും ചെറുതായിട്ടായാലും എന്തായാലും നിങ്ങൾക്കൊരു എന്തെങ്കിലും ഒരു നമ്മൾ പറയില്ല, ഒരു പഠിപ്പ് നിങ്ങൾക്കത് വേസ്റ്റ് ആവില്ല. അങ്ങനെ വിചാരിച്ചാൽ മതി. സോ താല്പര്യമുള്ളവർ നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ. ഓക്കെ, ഡീറ്റെയിൽസ് തരാം. ആൻഡ് ശരി, നമുക്കിന്ന് എടുക്കാൻ പോകുന്നത് ഇപ്പോൾ സപ്പോസ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ മെസ്സേജ് നിങ്ങൾ ഇട്ടിട്ട് നോക്കിയില്ല, റിപ്ലൈ ചെയ്തില്ല, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്താണ് കാരണം എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങളുടെ മെസ്സേജിനെ അവർ ഓപ്പൺ ചെയ്തില്ല, അല്ലെങ്കിൽ ഓപ്പൺ ചെയ്തിട്ട് വായിച്ചിട്ട് പോയി ഗോസ്റ്റിംഗ് എന്ന് പറയും ഇതിനെ അല്ലേ. അതായത് നോക്കിയിട്ട് ജസ്റ്റ് പോവാ, ഒന്നും റിപ്ലൈ ഒന്നും തരാതിരിക്കുക, അവിടെ നിങ്ങളെ ബ്ലോക്ക് ഒന്നും ചെയ്യില്ല. ഓക്കെ, അങ്ങനെയുള്ളതിനെ ഗോസ്റ്റിംഗ് എന്നൊക്കെ പറയും. സോ നോക്കാം നമുക്ക് എന്തിനാണ് അവരിങ്ങനെ ചെയ്യുന്നത്, അവരുടെ അതിൻ്റെ പിന്നിലുള്ള റീസൺ എന്താണ് നമുക്ക് നോക്കാം. ഓക്കെ, Nine of Wands, Ten of Pentacles, Nine of Cups again. ഓക്കെ, ഡെത്ത് again. ഓക്കെ, ഐ തിങ്ക് ഇന്ന് ജനറൽ റീഡിങ്ങുമായിട്ട് വളരെയധികം മാച്ച് വന്നിട്ടുണ്ട്. ഇത് ജനറൽ റീഡിംഗ് കൂടി നിങ്ങൾ കണ്ടോളൂ, വളരെ മാച്ച് ഉണ്ട് ഇവിടെ. ഓക്കെ, ശരിക്കും നിങ്ങളുടെ പേഴ്സൺ ബ്ലോക്ക് എന്ന് പറയുന്നില്ല, ഞാൻ ഒരു അകൽച്ച കാണുന്നുണ്ട് എനിക്ക്. നിങ്ങളുടെ പേഴ്സൺ ഒരു ബൗണ്ടറി വെച്ച പോലെ. ഓക്കെ, അവരൊരു അല്പം ഡിസ്റ്റൻസ് വെച്ച പോലെ എനിക്ക് കാണുന്നുണ്ട് ഇവിടെ. ഡെത്ത് ഉണ്ട്. കുറച്ച് പേർക്ക് നിങ്ങൾ ചിലപ്പോൾ ഒരു സിറ്റുവേഷൻ എൻഡിങ് എന്ന രീതിക്ക് എടുക്കാം. നിങ്ങൾ തമ്മിൽ കോണ്ടാക്ട് തീരെ ഇല്ലാത്ത രീതിയിൽ മാറി നിൽക്കുന്നുണ്ടാവും അവർ. അല്ലെങ്കിൽ ഇവിടെ ഒരു മാറ്റം സംഭവിക്കാൻ പോകുന്നതിൻ്റെ കാര്യമായിരിക്കും ഞാൻ പറയാം. ഇവിടെ എന്തായാലും സ്റ്റാർ, ടെൻ ഓഫ് പെന്റിക്കിൾസ്, നയൻ ഓഫ് കപ്സ് ആണ്. സോ എവിടെയോ ശരിക്കും നിങ്ങൾ എന്ന് പറയുന്നത് അവർ നിങ്ങളെ മാറ്റി നിർത്തുന്നു, ഒരു ബൗണ്ടറി വെക്കുന്നു, എല്ലാം ഓക്കെ. പക്ഷേ അവർ മനസ്സുകൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും നിങ്ങൾ അവരുടെ വിഷ് ഫുൾഫിൽമെൻ്റ് ആണ്. ഓക്കെ, നിങ്ങൾ അവരുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്ന രീതിയിൽ, അതായത് നിങ്ങളെ കാണുന്നത് അവരുടെ ഒരു ആഗ്രഹം എന്തെങ്കിലും നമ്മൾ പറയില്ലേ, എനിക്കൊരു ആഗ്രഹം ജീവിതത്തിൽ ഉണ്ടെങ്കിൽ എന്ന് പറയില്ലേ, ആ രീതിക്കാണ് കാണുന്നത്. ഓക്കെ, നിങ്ങളുമായിട്ടൊരു ഫാമിലി പോലെയാണ് കാണുന്നത്. ഫാമിലി സ്റ്റെബിലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് അവരെപ്പോഴും. ഒരു ഹീലിംഗ് ഫീൽ ചെയ്യാറുണ്ട് അവർ നിങ്ങളുടെ കൂടെ ഉള്ളപ്പോൾ. അവർക്ക് വളരെ സമാധാനം, സന്തോഷം, ഒരു ഹീലിംഗ് എനർജി നിങ്ങളുടെ അടുത്ത് അവർക്ക് ഫീൽ ചെയ്യാറുണ്ട്. മേ ബി നിങ്ങൾ അവരെ ഒരുപാട് കെയർ ചെയ്യുന്ന തരത്തിലായിരിക്കാം. കാരണം എനിക്ക് ക്വീൻ ഓഫ് കപ്സ് വന്നിരുന്നു. സോ നിങ്ങൾ ഒരുപാട് കെയറിങ്, ന്യൂച്ചറിങ് അങ്ങനത്തെ നേച്ചറായിരിക്കും. ലേഡീസ് ആയാലും ഓക്കെ, നിങ്ങൾ തമ്മിലുള്ള ബന്ധം വളരെ സ്ട്രോങ് ആണ്, ഇവിടെ സ്ട്രെങ്ത്തും ഉണ്ട്. സോ യെസ്, നിങ്ങൾ തമ്മിൽ ഒരു നല്ല ക്ലോസ് ബോണ്ടാണ് ശരിക്കും. ഓക്കെ, പക്ഷേ അവർ ചില സിറ്റുവേഷനിൽ സ്റ്റക്കാണ് എന്ന് കാണുന്നുണ്ട്. ഇതെന്താണെന്ന് ഞാൻ നോക്കാം. ഇപ്പോൾ ഇവിടെ എനിക്ക് കാണുന്നത് നിങ്ങളുടെ അടുത്ത് നിന്ന് ഒരല്പം മാറി നിൽക്കുന്നുണ്ടെങ്കിൽ മേ ബി അവർ അവനവനെ ഹീൽ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും, അങ്ങനെയും പറയാം. ഓക്കെ, കുറച്ച് പേർക്ക് മേ ബി നിങ്ങളുടെ പേഴ്സൺ അവനവനെ ഹീൽ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു രീതിയിൽ, അതായത് അവർക്കറിയാം എന്നിട്ട് അവർ ചില കാര്യങ്ങളൊന്ന് ബെറ്റർ ആക്കണം എന്ന് അവർക്കറിയാം. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇവിടെ ഒരു മാറ്റം സംഭവിക്കുന്നതായിട്ട് എനിക്ക് കാണുന്നത്, ഡെത്ത്, ട്രാൻസ്ഫോർമേഷൻ. സോ ഇവിടെ നിങ്ങളെ ബ്ലോക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ, ഒരു സെപ്പറേഷൻ്റെ ഫീലിംഗ് ഉണ്ടെങ്കിൽ അവരുടെ ഉള്ളിൽ എന്തൊക്കെയോ മാറ്റം നടക്കണു എന്ന രീതിക്ക് നിങ്ങൾ എടുത്തോളൂ. പിന്നെ ഇവിടെ ഒരു സ്റ്റക്ക് എനർജിയിൽ എന്താണെന്ന് നമുക്ക് നോക്കാം. നിങ്ങളോടുള്ള ഫീലിങ്സ് വളരെ സ്ട്രോങ് തന്നെയാണ്. നിങ്ങളെ കാണുന്നത് അവർ വളരെ ഒരു സ്നേഹത്തോടെ ഉള്ള ഒരു പേഴ്സൺ എന്ന രീതിക്ക് തന്നെയാണ്. അവരുടെ കണക്ഷൻ, ഞാൻ പറഞ്ഞു നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ വളരെ സ്ട്രോങ് ബോണ്ട് തന്നെയാണ്. എനിക്ക് അത് അൺബ്രേക്കബിൾ ബോണ്ടാണ് എന്ന് തന്നെ പറയാം. ഇവിടെ തടസ്സങ്ങളുണ്ട്, ശരിയാണ്. അതെന്താണെന്നുള്ളത് ഒന്നുകൂടി നോക്കാം ഞാൻ.
അവർക്ക് സംസാരിക്കണമെന്നുണ്ട്. നിങ്ങൾ മെസ്സേജ് വരുമ്പോൾ അവർക്ക് നിങ്ങളോട് സംസാരിക്കണമെന്നുണ്ട്. കാരണം അവർക്ക് സംസാരിക്കുമ്പോൾ അവർക്ക് അത്രയും ഹാപ്പി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ എവിടെയോ അവർ എന്നെ സ്വയം തടയുന്ന പോലെ തോന്നുന്നു. നോക്കാം എന്താണ്. What is the blockage? Okay, two swords. Blockage എന്താണ്? Devil energy, impressive wow. നിങ്ങളുടെ പേഴ്സൺ ഒന്ന് കൺഫ്യൂസ്ഡ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ അവർക്ക് പ്രയോറിറ്റീസ് വേറെയും ഉണ്ട്. അവരുടെ ലൈഫിൽ ചില കാര്യങ്ങളുണ്ട്. 2 സിറ്റുവേഷൻ എനിക്ക് കാണുന്നുണ്ട്. തേർഡ് പാർട്ടി എനർജി വന്നിട്ടുണ്ട് ഇവിടെ. മജീഷ്യൻ അല്ല, സോറി, തേർഡ് പാർട്ടി എനർജിക്കുള്ള ഡെവിൾ കാണിക്കുന്നുണ്ട് ഇവിടെ. സോ ഡെവിൾ എന്ന് പറയുമ്പോൾ അവരുടെ ചില ഹാബിറ്റ്സ് ആയിരിക്കാം, ചിലവരുടെ ഒരു സ്വഭാവം, ദേഷ്യം അല്ലെങ്കിൽ ഒരു ഈഗോ, അവരുടെ തന്നെ പേടികൾ, അതൊക്കെ നമുക്ക് ഡെവലപ്പെടുത്താം. അവരുടെ ഉള്ളിലുള്ള പേടികൾ നിങ്ങളോട് അറ്റാച്ച്ഡ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും കമ്മിറ്റ്മെന്റ് അവർ തരേണ്ടി വരും, അല്ലെങ്കിൽ അവർ ചില കാര്യങ്ങൾ മാറ്റേണ്ടി വരും. സോ അതൊരു പേടി ഉണ്ടാവും. ഓക്കെ, അല്ലെങ്കിൽ മറ്റുള്ളവരോട് മുമ്പിൽ എങ്ങനെ പറയും, എങ്ങനെ പ്രസന്റ് ചെയ്യും, എങ്ങനെ ഈ ബന്ധം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും, അങ്ങനെ പല കാര്യങ്ങളും ചിലപ്പോൾ അവരുടെ ഉള്ളിൽ പേടിയായിട്ടുണ്ടാവും, ഫിയേഴ്സ്, അങ്ങനെ എടുക്കാം. ഓക്കെ, സോ ഡെവിൾ എനർജി എന്തോ ഉണ്ട്. തേർഡ് പാർട്ടിയും ഉണ്ട് ഇവിടെ, തേർഡ് പാർട്ടി എനർജിയും വന്നിട്ടുണ്ട്. സോ നിങ്ങളുടെ പേഴ്സൺ വേറെ എന്തെങ്കിലും സ്റ്റക്കായിട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞു. സോ ഇവിടെ എംപ്രസ് ആണ് വന്നത്. എംപ്രസ് എന്ന് പറയുമ്പോൾ ഒരു മാരീഡ് സിറ്റുവേഷൻ ആയിരിക്കാം, ഒന്നുമില്ലെങ്കിൽ മാരീഡ് അല്ലെങ്കിൽ ഫാമിലി, അമ്മ, പാരൻസ്, അങ്ങനെ പല കാര്യങ്ങളും ആവാം. സോ 2 സിറ്റുവേഷനിൽ ഇടയിലുള്ള ആ ഒരു കൺഫ്യൂഷനാണ് മെയിനായിട്ട് അതുണ്ട് ഇവിടെ. സോ അവർ തീരുമാനം എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവർക്ക് എന്താണ് ചെയ്യേണ്ടത്, മുന്നോട്ട് ഏത് വഴിക്ക് ഞാൻ പോകണം, അല്ലെങ്കിൽ എന്ത് ഞാൻ ചെയ്യണം, ഒരു തീരുമാനം എടുക്കാൻ ഒന്ന് മടിച്ചു നിൽക്കുന്ന പോലെയാണ്. അവർ ആ ഡിസിഷൻ എടുക്കുന്നില്ല. ഓക്കെ, ഇവിടെ സോറി വോക്ക് അവേ കാണുന്നുണ്ട്. 8 ഓഫ് കപ്സ് വോക്കിംഗ് അവേ ആണ്. നിങ്ങളടുത്ത് മാറി നിൽക്കുന്നുണ്ടാവും. ഓക്കെ, നിങ്ങളടുത്ത് അങ്ങനെ മാറി പോയിട്ടുണ്ടെങ്കിൽ തന്നെ പക്ഷെ അവർ നിങ്ങളെ വിട്ട് കളയുന്നില്ല. ഓക്കെ, മജീഷ്യൻ ആണ്, നിങ്ങളെ വേണം. ഓക്കെ, അവർക്ക് നിങ്ങളെ വേണം എന്ന് തന്നെയാണ്. പൂർണ്ണമായിട്ട് നിങ്ങളെ വിട്ട് കളഞ്ഞു എന്ന രീതിക്കല്ല. ഒരു മാറി നിൽക്കുന്നുണ്ടെങ്കിൽ തന്നെ അതൊരു ടെമ്പററി ആയിട്ട് എടുത്താൽ മതി. അങ്ങനെ ഒരു എന്താ പറയുക, ശരിക്കും ഒരു ബ്രേക്കപ്പ് എന്ന രീതിക്കല്ല എനിക്ക് ഇവിടെ കിട്ടുന്നത്. കാരണം 8 ഓഫ് വൺസ് ഉണ്ട്, മജീഷ്യൻ ഉണ്ട്. സോ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ കാണുന്നുണ്ട് എനിക്ക്. അവർക്ക് വേണം, സംസാരിക്കണം നിങ്ങളോട്. അവർ നിങ്ങളെ മെസ്സേജ് കാണുമ്പോൾ അവർക്കും നിങ്ങളോട് റിപ്ലൈ ചെയ്യാനുള്ള നല്ല ആഗ്രഹമുണ്ട് അവരുടെ ഉള്ളിൽ. കുറച്ച് പേർക്ക് മേ ബി ഈഗോ കൊണ്ട് നിങ്ങൾ അവരെ പിന്നാലെ വരട്ടെ എന്ന് വിചാരിക്കുന്നതായിരിക്കും കേട്ടോ. കാരണം മജീഷ്യൻ എന്ന് പറയുമ്പോൾ ഒരു ലേശം മാനിപ്പുലേറ്റിംഗ് എനർജി പറയും. അതായത് അവരിപ്പോൾ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു വഴക്കോ പ്രശ്നമോ വന്നു എന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് നിങ്ങളുടെ മുമ്പിൽ അത്ര വേഗം തോറ്റു തരാൻ താണു തരാതെ ഇരുന്നിട്ട് നിങ്ങൾ അങ്ങോട്ട് വരട്ടെ എന്ന് ചിന്തിക്കുന്നവരുണ്ടാവാം. കുറച്ച് അങ്ങനെയുണ്ട്, ചിലവർക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട്. അതും ഒക്കെ നമുക്ക് ഈ ഡെവിൾ എനർജിയിൽ പെടുത്താം. സോ കുറച്ച് ഈഗോ ആവാം, അല്ലെങ്കിൽ ഒരു കൺട്രോളിങ് നേച്ചർ ആവാം. നിങ്ങൾ അങ്ങോട്ട് വരട്ടെ, എൻ്റെ പിന്നാലെ വരട്ടെ എന്നുള്ള ചിന്തയായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ തോറ്റു തരാനുള്ള മടി കൊണ്ടായിരിക്കാം. സോ ചെറിയൊരു മാനിപ്പുലേഷൻ എനർജി എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നിങ്ങൾ അങ്ങോട്ട് പുറകിൽ വരുമോ നോക്കാനായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് വരട്ടെ എന്ന ചിന്തയിലായിരിക്കാം. സോ കുറച്ചൊന്ന് കുറച്ചൊക്കെ അതൊരു നെഗറ്റീവ് എനർജി ആണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോരുത്തരുടെ ഓരോ നേച്ചർ നമ്മളെല്ലാവരെയും പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോരുത്തരും അനുഭവിക്കുന്ന അവരുടെ ജീവിതത്തിൽ അവരങ്ങനെയായിരിക്കും കണ്ടിട്ടുള്ളതൊക്കെ. ഓക്കെ, സോ ഇവിടെ നിങ്ങളോടുള്ള ഫീലിങ്സ് ഇല്ല എന്നിട്ടല്ല. ഓക്കെ, മാറി നിൽക്കുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ മെസ്സേജ് കാണുമ്പോൾ മേ ബി അത് ചിലപ്പോൾ ഈ 2 സിറ്റുവേഷൻ്റെ ഇത് ഞാൻ പറഞ്ഞില്ല പെട്ട് നിൽക്കുന്നുണ്ട് അവർ. സോ അത് മാരീഡ് ആണ്, അല്ലെങ്കിൽ അവർക്കൊരു ഫാമിലി ഉണ്ട്, അല്ലെങ്കിൽ അവരെ നിങ്ങൾ തമ്മിലുള്ള ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ അതൊക്കെ കൊണ്ട് അവരൊന്ന് ഒരല്പം പുറകോട്ടാവുന്നതും ആയിരിക്കാം. ഓക്കെ, 2 സിറ്റുവേഷനും ഞാൻ പറഞ്ഞു. ഒരു തീരുമാനം എടുക്കാതെ മാറി നിൽക്കുന്നതായിരിക്കും. ബിക്കോസ് തീരുമാനം എടുക്കാതെ നമ്മൾ പറയില്ല ഒഴിവാക്കാം. നിങ്ങളുടെ അടുത്ത് കൂടുതൽ അടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അവരൊരു ഡിസിഷൻ എടുക്കേണ്ടി വരും. ഓക്കെ, നിങ്ങളെ വേണോ അല്ലെങ്കിൽ എന്താണ് എന്ന രീതിക്ക് അവർ ചിലപ്പോൾ ഒരു തീരുമാനം എടുക്കേണ്ടി വരും. ആ തീരുമാനം എടുക്കാതെ മാറി നിൽക്കുന്നതുമായിരിക്കാം. എനിക്ക് അങ്ങനെയൊക്കെ ഫീൽ ചെയ്തു. ഓക്കെ, കുറച്ച് കാർഡ്സ് കൂടി. അഗൈൻ 5 ഇപ്പോൾ ഇടയിൽ ചാടിയതായിരുന്നു. ഓക്കെ, 5 സോർട്സ്, കിങ് ഓഫ് കപ്സ്, 6 ഓഫ് വൺസ്, ജഡ്ജ്മെന്റ് ആൻഡ് വൺ മോർ ലാസ്റ്റ് വൺ 7 ഓഫ് വൺസ്. ഫീലിങ്സ് വൈസ് ഞാൻ നേരത്തെ ക്വീൻ ഓഫ് കപ്സ് കണ്ടിരുന്നു, ഇപ്പോൾ കിങ് ഓഫ് കപ്സ് ഉണ്ട്. തീർച്ചയായിട്ടും നിങ്ങളോട് തന്നെയാണ്. അവരുടെ മനസ്സിൽ ഫീലിങ്സ് ഉണ്ടെങ്കിൽ അത് നിങ്ങളേ ഉള്ളൂ. എന്ത് തേർഡ് പാർട്ടിയോ വേറെ ആരോ എന്തോ ആയിക്കോട്ടെ. ഓക്കെ, ഏസ് ഓഫ് സോർട്സ്. ആക്ഷൻ വരും കേട്ടോ, ആക്ഷൻ വരും പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന്. പക്ഷേ അഗൈൻ സ്റ്റക്ക് എനർജിയുടെ സെയിം തിങ്, എംപ്രസ് ആൻഡ് സ്റ്റക്കായിട്ട്. ഓക്കെ, സോ കുറച്ച് പേർക്ക് ഇവിടെ മാരീഡ് ആണെന്ന് കാണുന്നുണ്ട്, അല്ലെങ്കിൽ ഫാമിലി തടസ്സമായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും മാരീഡ് ആയിട്ടുള്ള ആൾക്കാർ ആരെങ്കിലും ഇടയിൽ ലൈക്ക് ഫ്രണ്ട്സോ
ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടൊക്കെ ചില ഇഷ്യൂസ് ആയിരിക്കാം. ഇവിടെ കോൺഫ്ലിക്റ്റ് കാണുന്നുണ്ട്, 5 സോഡ്സ് ആണ്. സോ നിങ്ങൾ തമ്മിൽ വഴക്കോ പ്രശ്നമോ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വഴക്കോ പ്രശ്നമോ വരുമ്പോൾ ശരിക്കും അവരുടെ ഫീലിങ്സ് ഉണ്ട്, പക്ഷെ അതിനെ അവർ ഉള്ളിലേക്ക് അടക്കി വെക്കുകയാണ്. ഓക്കെ, അവർ തുറന്ന് ലേഡീസ് ആയാലും ഓക്കെ, അത് ലേഡി ആയാലും ഈ കിങ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു ജെൻസ് അല്ലെങ്കിൽ ലേഡീസ് അങ്ങനെ ചിന്തിക്കേണ്ട. ഈ കിങ് ഓഫ് കപ്പ്, അതാണ് ഞാൻ പറഞ്ഞത്. ആക്ച്വലി ടാരോ പഠിച്ചാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും, നിങ്ങൾക്ക് തന്നെ എടുത്താൽ തന്നെ മനസ്സിലാവും. കിങ് ഓഫ് കപ്സ് പറയുമ്പോൾ നമുക്ക് ഫീലിങ്സ് ഉണ്ട്, വ്യക്തിയുടെ ഉള്ളിൽ ഫീലിങ്സ് ഉണ്ട്, പക്ഷെ അവർ തുറന്ന് എക്സ്പ്രസ് ചെയ്യില്ല. ക്വീൻ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ അവരെല്ലാം തുറന്ന് എക്സ്പ്രസ് ചെയ്യുന്ന വ്യക്തികളായിരിക്കും. സോ അത് സിമ്പിൾ ഡിഫറൻസ് പറഞ്ഞുതരാം ഞാൻ. ഓക്കെ, സോ ഇവിടെ അങ്ങനെ കാണുമ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ മനസ്സിൽ ഒരുപാട് ഫീലിംഗ് വെച്ചിട്ടുണ്ട്, പക്ഷെ നിങ്ങളോട് തുറന്ന് എക്സ്പ്രസ് ചെയ്യാതിരിക്കുകയാണ്. ആൻഡ് എന്താണെന്ന് വെച്ചാൽ അവർ അഗൈൻ ജയിക്കുന്ന ഒരു കാര്യം കാണുന്നുണ്ട്. സോ ഞാൻ പറഞ്ഞ പോലെ അവർ ജയിക്കാൻ ശ്രമിക്കുകയാണ്. അതായത് നിങ്ങളുടെ എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ജയിക്കണം എന്ന രീതിക്ക് ഒരു ചിന്തയുണ്ട് അവരുള്ളിൽ. ഓക്കെ, നിങ്ങളുടെ മുമ്പിൽ തോറ്റു തരാൻ ഒരു മടി. അതുകൊണ്ട് പോരാത്തതിന് അവർ പറയുന്ന രീതിയിൽ ഈ സിറ്റുവേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ അങ്ങനെയൊക്കെയുള്ള ഒരു ശ്രമമാണ് അവരുടെ. ഓക്കെ, അതായത് അവർ പറയുന്ന രീതിക്ക് നിങ്ങൾ നിൽക്കണം എന്ന ഒരു അതിന് നിങ്ങളുടേതായ കാരണങ്ങൾ ഉണ്ടാവും. നിങ്ങൾ സിറ്റുവേഷൻ നല്ലോണം അനലൈസ് ചെയ്ത് നോക്കുക. അവർ പറയുന്നത് ശരിയാണെങ്കിൽ മാത്രം നിങ്ങൾ കേട്ടാൽ മതി, ഇല്ലെങ്കിൽ നിങ്ങൾ അത് ചെയ്യാൻ നിൽക്കരുത്. ഓക്കെ, നിങ്ങളും കൂടി ആലോചിക്കണം കുറച്ച്. പേഴ്സൺ അങ്ങനെ ഒരു വാശിയോ അങ്ങനെ ഒരു അവർക്ക് എന്താണെന്ന് വെച്ചാൽ അവരെ പിന്നാലെ ആരെങ്കിലും വരുന്നത് അവർക്ക് ഇഷ്ടമാണ് എങ്കിൽ അവരെ ചേസ് ചെയ്യുമ്പോൾ അവർക്കൊരു നമ്മൾ പറയില്ലേ, എനിക്കൊരു വാല്യൂ കിട്ടുന്ന പോലെ എന്ന് പറയില്ലേ, അങ്ങനെ ഒരു ഫീലിംഗ് ഒക്കെ ഉണ്ട് അവർക്ക്. സോ അത് നിങ്ങൾ ആലോചിക്കുക കുറച്ചൊക്കെ. ഓക്കെ, നിങ്ങൾ അങ്ങനെ ഒരു ഈഗോ ഉള്ള അതിന് മുമ്പിൽ നിങ്ങൾ എത്രത്തോളം താണു കൊടുക്കും, എത്ര തവണ താണു കൊടുക്കും, നിങ്ങൾ കൂടി ഒന്ന് ചിന്തിക്കുക. ഓക്കെ, അവിടെ ജഡ്ജ്മെന്റ് ഉണ്ട്, പക്ഷെ യൂണിവേഴ്സായിട്ട് അവർ ആക്ച്വലി ഇവർ അറിയാതെയൊന്നുമല്ല, അവർക്ക് നന്നായിട്ട് അറിയാതായിട്ട് അവർ തെറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുത്തില്ല എന്നുള്ളത് അവർക്ക് അറിയാം. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കണം, അല്ലെങ്കിൽ നിങ്ങളോട് ശരിക്കും നിങ്ങൾ ചോദിക്കുന്നത് ന്യായമാണെന്ന് അവർക്കറിയാം. നിങ്ങൾ അവരോട് സമയമോ അല്ലെങ്കിൽ ഒരു പ്രയോറിറ്റിയോ നിങ്ങൾക്ക് ഒരു കെയറോ ഒക്കെ തരണം എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അതൊരിക്കലും ഒരു തെറ്റല്ല. ഓക്കെ, അതവർക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ അവർക്കറിയാം അവർ നിങ്ങൾക്ക് വേണ്ടി അത് ചെയ്തിട്ടില്ല എന്ന് അവരുടെ മനസ്സിൽ ആ ഒരു കുറ്റബോധവും കിടക്കുന്നുണ്ട്. ഓക്കെ, ആ കുറ്റബോധമൊക്കെ അവർ തിരിച്ചറിയുന്നുണ്ട്. പക്ഷെ ഈ ഈഗോ വന്നിട്ട് നമ്മൾ പറയില്ലേ, നിങ്ങളെ മുമ്പിൽ ഒരു താണു തരാൻ പറ്റില്ല, അല്ലെങ്കിൽ പിന്നെ അവരെന്താ സാഹചര്യങ്ങളെ പിടിക്കും, എൻ്റെ സാഹചര്യം ഇങ്ങനെയാണ് എന്ന രീതിക്കൊക്കെ പറയാം. സോ അങ്ങനെ ഒരു കാര്യം കാണും. പക്ഷെ എനിവേ ഇവിടെ എനിക്ക് ഏസ് ഓഫ് സോർട്സ് കാണുന്നുണ്ട്. ഒരു ക്ലാരിറ്റി വരും നിങ്ങളുടെ സിറ്റുവേഷനിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാവാൻ തുടങ്ങും, അല്ലെങ്കിൽ പേഴ്സണിൻ്റെ ഭാഗത്ത് ഒരു ആക്ഷനായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, സോ അവർ ആ തടസ്സങ്ങളുണ്ട്, നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ തടസ്സങ്ങൾ എനിക്ക് കാണുന്നുണ്ട്, ബട്ട് ഒരു ബാലൻസ് വരും എന്നുണ്ട്. ഓക്കെ, ഇവിടെ ഒരു ഹീലിംഗ് എനർജി വരും എന്ന രീതിക്ക് എനിക്ക് ആദ്യം തന്നെ കിട്ടിയിരുന്നു. സോ ഡെഫിനറ്റ്ലി പേഴ്സണിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ആക്ഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ അവർ നിങ്ങളുടെ അടുത്ത് മാറിയൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അതൊരു നിങ്ങളെ വഴക്കോ പ്രശ്നങ്ങളോ വരുമ്പോൾ ആളൊന്ന് ചെയ്യുന്നതാണ്. അല്ലാതെ പിന്നെ യെസ്, അവരുടെ ലൈഫിൽ ഞാൻ പറഞ്ഞ പോലെ 2 സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അതിനെ തമ്മിൽ അവർ ബാലൻസ് ചെയ്യാനുള്ള ഒരു ശ്രമം കൂടിയാണ്. അതുകൊണ്ടാണ് ചില സമയത്തൊക്കെ നിങ്ങളുടെ അടുത്ത് മാറി നിൽക്കുന്നത്. ഓക്കെ, നിങ്ങളൊന്ന് സംസാരിച്ച് ശരിയാക്കിയാൽ മതി, പക്ഷെ അത് അവർ നിൽക്കില്ല, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇല്യൂഷൻ, synchronicity, bond, connection. Wow, beautiful. Let go. Okay. Divine soul counterpart, attractions transcend superficiality. See, നിങ്ങൾ തമ്മിലുള്ള അട്രാക്ഷൻ വെറും ഒരു അട്രാക്ഷൻ അല്ല, അത് നിങ്ങളുടെ പേഴ്സൺ തിരിച്ചറിയുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ബന്ധം ഒരു സാധാരണ ഒരു ബന്ധമല്ല. നമ്മൾ വെറുതെ പറയുന്ന പോലെ ഒരാളോട് ഒരു ഇഷ്ടം തോന്നി, ഒരു അട്രാക്ഷൻ തോന്നി, അടുത്തു, അങ്ങനെയുള്ളൊരു ബന്ധമല്ല നിങ്ങളുടെ. അത് നിങ്ങളുടെ പേഴ്സൺ ശരിക്കും മനസ്സിലാക്കുന്നുണ്ട്, റിയലൈസ് ചെയ്യുന്നുണ്ട്. ജഡ്ജ്മെന്റ് ഞാൻ പറഞ്ഞിരുന്നു. സോ അവർക്ക് തീർച്ചയായിട്ടും അത് മനസ്സിലാവുന്നുണ്ട്. അവോയ്ഡ് ദ ട്രാപ്പ് ഓഫ് മിസ്റ്റേക്കിംഗ് ഫാന്റസി ഫോർ ട്രൂ സോൾ കണക്ഷൻ. ഓക്കെ, നിങ്ങളോട് ഒരല്പം കെയർഫുൾ ആവാൻ പറയുന്നുണ്ട്. നിങ്ങൾ ശരിക്കും നോക്കി മനസ്സിലാക്കുക ഈ സിറ്റുവേഷൻ ലൈക്ക് എന്താണ് എന്നുള്ളത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് അവർ കാണിക്കുന്നതോ കാര്യങ്ങളോ ഓക്കെ, നിങ്ങളൊന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കൂ. നിങ്ങൾ ഇല്യൂഷൻസിൽ ജീവിക്കരുത് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ ഈഗോൻ്റെ ഒക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ ഒരു വ്യക്തിക്ക് നമ്മൾ വിട്ടുകൊടുക്കാം, പക്ഷെ എത്ര കാലം? ഓക്കെ, കുറച്ചൊക്കെ നിങ്ങൾ കൂടി ഒന്ന് സ്ട്രോങ്ങർ ആവുക. സിങ്ക്രോണിസിറ്റി കാണുന്നുണ്ട്. ഡിവൈൻ സോൾ കൗണ്ടർപാർട്ട് റിലേഷൻഷിപ്പ് ഇസ് ബ്ലെസ്ഡ് വിത്ത് അമേസിംഗ് മൊമെന്റ്സ് ഓഫ് സിങ്ക്രോണിസിറ്റി. പക്ഷേ ഇത് 2 തവണ ഇത് ഒരേ വാക്ക് പറയുന്നുണ്ട്, സോൾ കൗണ്ടർപാർട്ട് എന്ന്. നിങ്ങൾ തമ്മിലുള്ള സോൾമേറ്റ് കണക്ഷനാണ്, നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ഡീപ്പ് കണക്ഷനെയാണ് ഇത് കാണിക്കുന്നത്. സിങ്ക്രോണിസിറ്റീസ് എന്ന് പറയുമ്പോൾ നമ്മൾ സെയിം നമ്പർ, ഏഞ്ചൽ നമ്പേഴ്സ് റിപ്പീറ്റ് ചെയ്ത് കാണുക, ഒരേ കാര്യം വീണ്ടും വീണ്ടും നടക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുക. സോ അങ്ങനെയുള്ള ചില
സിറ്റുവേഷൻസ് വരും, എനിക്ക് റിപ്പീറ്റ് ആയിട്ട് വരും. അതിനെയാണ് സിങ്ക്രോണിസിറ്റി എന്ന് പറയാം നമ്മൾ. ആൻഡ് ബോണ്ട് യുവർ ലവ് ബോണ്ട് ഗ്രോസ് സ്ട്രോങ്ങർ ഓവർ ടൈം. ഒരു ബന്ധം വളരണമെങ്കിൽ അതിൻ്റെതായ സമയം എടുക്കും. സോ കുറച്ച് നിങ്ങൾ ക്ഷമയോടെ കാര്യങ്ങൾ ഡീൽ ചെയ്യുക എന്നുകൂടിയാണ്. യുവർ കണക്ഷൻ ഇസ് ഇറ്റേണൽ ആൻഡ് അൺബ്രേക്കബിൾ. ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾ തമ്മിലുള്ള ബോണ്ട് വളരെ സ്ട്രോങ് ബോണ്ടാണ്. സോൾമേറ്റ് കണക്ഷൻ, പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ് കാണുന്നത്. പക്ഷേ അഗൈൻ സംടൈംസ് ഇറ്റ്സ് ബെസ്റ്റ് ടു ലെറ്റ് ഗോ ആൻഡ് ലെറ്റ് ദ യൂണിവേഴ്സ് വർക്ക് തിങ്സ് ഔട്ട് ഇൻ ഡിവൈൻ ടൈമിങ്. ഇത് നിങ്ങൾ എന്താ പറയുക, നിങ്ങളുടെ ഒരു വേദവാക്യമായിട്ട് നിങ്ങൾ ഉപയോഗിച്ചോളൂ. നമ്മൾ ബന്ധം എത്രത്തോളം സ്ട്രോങ് ആണെങ്കിലും ശരി, എത്ര സ്നേഹം ഉണ്ടെങ്കിലും ശരി, എത്ര അടുപ്പം ഉണ്ടെങ്കിലും ശരി, നമ്മൾ എന്തൊക്കെ ഉണ്ടെങ്കിലും ശരി, ഓക്കെ, ഒരു പരിധിക്കപ്പുറം ഒരു പേഴ്സൺ നിങ്ങളെ വീണ്ടും 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 വേദനിപ്പിക്കുന്നു, വീണ്ടും വീണ്ടും അവർ നിങ്ങൾ പറയുന്നത് മനസ്സിലാക്കുന്നേ ഇല്ല, നിങ്ങളുടെ ഭാഗത്തേക്ക് യാതൊന്നും അവർ ചെയ്തു തരുന്നില്ല എന്ന രീതിക്ക് നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ഭാഗം മാത്രമാണ് കറക്റ്റ്, അല്ലെങ്കിൽ അവരാണ് ശരി, അല്ലെങ്കിൽ അവർ പറയുന്ന പോലെ വേണം, അങ്ങനെയൊക്കെ കുറച്ച് ഉണ്ടെങ്കിൽ പ്ലീസ് നിങ്ങളൊന്ന് ഇത് ലെറ്റ് ഗോ ചെയ്യാം. ഓക്കെ, സെപ്പറേഷനോ മാറി നിൽക്കലോ ഉണ്ടെങ്കിൽ അത് അവർ ഇരിക്കട്ടെ എന്ന് തീരുമാനിക്കൂ. ബിക്കോസ് അപ്പം മാത്രമേ യൂണിവേഴ്സിന് അവിടെ ഒരു സമയം കിട്ടുള്ളൂ, നിങ്ങളുടെ ഒരു വാല്യൂ അവർക്ക് തിരിച്ചറിയാൻ അപ്പോഴേ പറ്റുള്ളൂ. ഓക്കെ, സോ ഈ ഒരു ഇത് നിങ്ങൾ പ്ലീസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ തമ്മിലിപ്പോൾ ഒരു സെപ്പറേഷൻ ഉണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ അത് അവിടെ മാറി നിൽക്കട്ടെ എന്ന് വെച്ച് വിട്ടേക്കും. ഓക്കെ, സോ ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. ടാരോ ക്ലാസ് പഠിക്കാൻ താല്പര്യമുള്ളവർ പ്ലീസ് കോൺടാക്ട് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് ഇപ്പം ഇല്ല, കുറച്ച് സമയം കൂടി എടുക്കും. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.